നമ്മളെ സ്കാനിങ് മെഷീനാണല്ലോ ഇപ്പോൾ 2 ദിവസത്തെ പ്രധാനപ്പെട്ട തർക്കം. സ്കാനിങ്ങിലൂടെ ഒരു കുട്ടിക്ക് അംഗവൈകല്യമുള്ളത് കണ്ടെത്താൻ പറ്റാതിട്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തല്ലോ. ഈ സ്കാനിങ് വിഷയം വന്നതിന് ശേഷം ഒരു കുട്ടിക്ക് എപ്പോഴാണ് കയ്യും കാലും വളരുക, എപ്പോഴാ കണ്ണും മൂക്കും നാക്കും കാതും വളരുക, എപ്പോഴാണ് നഖം, എപ്പോഴാ മുടി വളരുക, എപ്പോൾ ആണ് പെണ്ണ് വേർതിരിയാന്ന് കൃത്യം കണക്കുണ്ട് ഇപ്പോൾ. എന്നാൽ ഈ സ്കാനിങ് വിഷയം വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ രാമായണം എന്ന കാവ്യത്തിൽ സമ്പാദിവാക്യം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ പറയുന്നുണ്ട് ഒരു കുട്ടി എപ്പോഴാണ് കൈകാലുണ്ടാവുക, എപ്പോഴാണ് പെണ്ണ് വേർതിരിയുക, നഖയപ്പ, മുടിയപ്പ, കണ്ണപ്പ, മൂക്കപ്പ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതെന്തൊരു ബുദ്ധിയാ, തലയിട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ച. ഇത്രയും അറിവുള്ള നമ്മുടെ രാജ്യം എന്തേ ലോകത്ത് പട്ടിണി റാങ്കിങ്ങിൽ 199ാമത്തെ സ്ഥാനത്തായി കൊല്ലത്തെ റാങ്കിങ്ങിൽ. അത്രയും പറയിലായിപ്പോയി. എന്താ ആലോചിക്കണം. അവിടെയാണ് ഗൗരവതരമായി നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗൗരവതരമായ ഒരു വിചിന്തനം നടത്താനായി